വാർദ്ധക്യം ബാധിച്ച് പരിണാമം സംഭവിച്ചു എന്നാണ് ആ നോവൽ പറഞ്ഞു വരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശിഷ്യ CPM-നും ഇന്നിപ്പോ നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നു, അകാലനര ബാധിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്. 1996 ഒക്ടോബറിലെ തണുത്ത അവസാന ദിനങ്ങളിൽ 29 മുതൽ 31 വരെ ദിവസങ്ങളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി AKG ഭവനിൽ കൂടുകയും അന്ന് ഒരു തിരുത്തൽ രേഖ പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിലെ ഇന്ത്യയിലെ പാർട്ടി അംഗങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെയും സംബന്ധിച്ച് എന്താണ് ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു. ഓൺ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് ഇപ്പോഴും CPM-ന്റെ വെബ്സൈറ്റിലുണ്ട്. ആ ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പ്രാവർത്തിക്കേണ്ട കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സ്വന്തം സർക്കാർ നൽകുന്ന കാറിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റാൻ പാടില്ല എന്ന കൃത്യമായ നിഷ്കർഷമുണ്ട്. ഇന്നലെ പോലും സഖാവ് പിണറായി വിജയൻ താൻ ചെയ്തു വെച്ച തെറ്റിനെ ന്യായീകരിക്കുന്നത് തിരുത്തുന്നതിന് പാർട്ടിക്ക് കഴിയാതെ പോയത് വല്ലാത്ത കാപഢ്യമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. എന്തുകൊണ്ടെന്നാൽ വെള്ളാപ്പള്ളി നാഴികയ്ക്ക് 40 വട്ടം വാക്ക് ഉപയോഗിക്കുന്നത് വിഷലിപ്തമാണ് എന്നത് തിരിച്ചറിയാഞ്ഞിട്ടല്ല, അത് മറ്റേതെങ്കിലും തരത്തിൽ CPM-ന് ഗുണകരമാകുമെന്ന് കരുതുന്നു എങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ ഇടതുപക്ഷം ഇത്തരം മതനേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകൂ. ആ നിലപാടുകൾ ഇന്ന് ജരാനരകൾ ബാധിക്കുന്നു എന്നത് ഏറ്റവും ആപത്കരവും ഉത്കണ്ഠാകുലവും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു സഹയാത്രികനാണ്, CPM സഹയാത്രികനാണ്. ഞാൻ സാധാരണഗതിയിൽ വിചാരിച്ചൊരു നിലപാട് നേരെ തിരിച്ച് ഈ കാര്യത്തിൽ CPM-നൊപ്പമല്ല എന്ന് താങ്കൾ വളരെ ക്ലിയറായി പ്രസ്താവിക്കുക കൂടിയാണ്. ഇന്നൊരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകന്റെ പേര് ഒരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് മാത്രം തീവ്രവാദി എന്ന് വിളിക്കുന്നതിന് നാവെടുത്തുച്ചരിക്കാനുള്ള ധൈര്യം നൽകുന്നത് CPM-ന്റെ മൗനമാണ്, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മൗനമാണ്. ഇവിടെ CPI എന്ന് പറയുന്ന സംഘടന വളരെ കൃത്യമായി ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. സഖാവ് ബിനോയ് വിശ്വം വളരെ കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ആർജവത്തോടെ CPM-ന് ആ നിലപാട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ ഇരട്ടത്താപ്പായി തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതാണ്. CPM തിരുത്തപ്പെടുക തന്നെ വേണം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി കൂടുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്യും. മഹാരഥന്മാരായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരിരുന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നിരിക്കുന്ന പ്രതിഭാശാലികൾ